ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ അടുക്കളപ്പണി എങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരു 2 മണിക്കൂറിനുള്ളിൽ നമ്മുടെ തുണി അലക്കും അടുക്കളപ്പണിയും തീർക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ അടുക്കളയുടെ സ്റ്റോപ്പും അതുപോലെ സ്റ്റൗവിൻ്റെ ടോപ്പും ഒക്കെ നമ്മൾ വൃത്തിയുള്ളതായിട്ട് നമ്മൾ സൂക്ഷിക്കണം നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. നമ്മൾ തലേദിവസം കിടക്കാൻ പോകുമ്പോൾ ഒന്ന് തൂത്ത് തുടച്ചിടുക, പിന്നെ രാവിലെ വന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് തുടച്ച് നമുക്ക് പെട്ടെന്ന് ഇതുപോലെ നമുക്ക് സ്റ്റൗവിൻ്റെ ഒരു ബർണറിലേക്ക് നമുക്ക് ചായ വയ്ക്കാം. അടുത്ത ബർണറിലേക്ക് അപ്പം തന്നെ ചോറിനുള്ള വെള്ളം വയ്ക്കാം. അപ്പോൾ നമുക്ക് ചായയും ചോറും പെട്ടെന്നാവും. അപ്പോൾ ചായ തിളച്ച് വരുന്ന ആ സമയത്തിനുള്ളിൽ നമ്മൾ അരി കഴുകിയിടാനുള്ളത് അരിയുടെ വെള്ളം എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ഒരു പാത്രത്തിൽ ആവശ്യത്തിന് അരി അളന്നെടുത്ത് നമ്മൾ അരി ഒന്ന് കുതിർന്നതിന് വേണ്ടിയിട്ട്, അപ്പം ഭയങ്കര മായം ചേർന്ന അരിയാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ ഒന്ന് 2 കപ്പ് വെള്ളം ഒഴിച്ച് അരി ഒന്ന് ഇടുകയാണെങ്കിൽ നമ്മുടെ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആ ചൂടായി വന്ന വെള്ളത്തിൽ നിന്ന് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ആ ചൂടുവെള്ളം ചേർത്ത് നമ്മൾ അരി കഴുകുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കുത്തിരിയൊക്കെ ആണെങ്കിൽ നല്ല കട്ട ചുവപ്പ് മായം എല്ലാം അങ്ങോട്ട് പൊയ്ക്കോളും. അങ്ങനെ നമ്മൾ ഒരു 3-4 പ്രാവശ്യം നമ്മൾ അരി നന്നായിട്ട് കഴുകി കഴിയുമ്പോഴേക്കും നമ്മുടെ അരി നന്നായിട്ട് തെളിഞ്ഞ് കിട്ടും. ആ ചുവപ്പ് കളറൊക്കെ മാറി നമുക്ക് നന്നായിട്ട് തെളിഞ്ഞ് കിട്ടും. അങ്ങനെ തെളിഞ്ഞ് കിട്ടി കഴിയുമ്പോഴത്തേക്കും വെള്ളം നന്നായി ചൂടാകും. വെള്ളം നന്നായി ചൂടായിട്ട് നമ്മൾ അരി ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചോറ് തിളച്ച് കിട്ടും. അങ്ങനെ ഒരു 3-4-5 ആവർത്തി തിളയ്ക്കുമ്പോഴേക്കും നമുക്കിതുപോലെ ഒരു റൈസ് കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചാൽ മതി. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് തിളച്ച അരി ഈ റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തിരിച്ചൊന്നുകൂടി സ്റ്റൗവിലേക്ക് വെച്ച് ഒന്ന് തിളപ്പിച്ച് വാർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ചോറ് വെന്ത് കിട്ടും. അപ്പം ഈ അരി ഇങ്ങനെ എടുക്കുന്ന തിളച്ച് കിട്ടുന്ന ആ സമയത്ത് ആ ബർണർ ഫ്രീ ആയി. അപ്പം അരി തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് കറിക്ക് വേണ്ടത് നമ്മൾ അരിഞ്ഞ് വെക്കണം. ചാറ് കറിക്കും തോരൻ കറിക്കും ഉള്ളത് നമ്മൾ അരിഞ്ഞ് വെക്കണം. അപ്പോൾ അരി നമ്മൾ റൈസ് കുക്കറിലേക്ക് എടുത്ത് വയ്ക്കുമ്പോഴേക്കും നമുക്ക് ചാറ് കറിക്കുള്ളത് നമുക്ക് ആ ബർണറിലേക്ക് വെക്കാം. അങ്ങനെ ആ ചാറ് കറിക്കുള്ള കഷ്ണങ്ങൾ തിളച്ച് വെന്ത് കിട്ടുമ്പോഴേക്കും ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയെടുത്ത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ചാറുകറി റെഡിയാവും. പിന്നെ നമ്മൾ ചാറുകറി റെഡിയായി വാങ്ങുന്ന ആ ബർണറിലേക്ക്, അല്ലെങ്കിൽ ചായ വാങ്ങുന്ന ആ ബർണറിലേക്ക് നമുക്ക് കാപ്പിയുടെ കാര്യങ്ങൾ